പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല കേട്ടോ, നെഞ്ച് പൊട്ടിപ്പോയി കാഴ്ച കാണുമ്പോൾ. വള്ളിയൊക്കെ കണ്ടില്ല ഉണങ്ങിയിട്ട്, തണ്ണിമത്തനൊക്കെ എവിടേക്കൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈകിട്ട് വീണ്ടും മോട്ടർ ഇടാൻ പോകുന്നത് കുളത്തുനിന്ന് തന്നെയാണ്. മോട്ടർ വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോഡ് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് വെള്ളം പിടിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോട്ടെ വിചാരിച്ച്. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഷെയർ ചെയ്യാൻ പോലും നമുക്ക് തോന്നുന്നില്ല കേട്ടോ, അങ്ങനത്തെ രീതിയിൽ ഇവിടെയൊക്കെ വള്ളി വാടിയിട്ടുണ്ട്. അപ്പോൾ കുളത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന കാരണം തന്നെ ചിലപ്പം കുളത്തിലെ അടിയിൽ നിന്ന് ചെളിയൊക്കെ കൂടി വന്നിട്ട് നമ്മളെ ഫിൽറ്ററിൽ ചിലപ്പോൾ അടയാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും ലോഡ് ചിലപ്പം കുറക്കാൻ എന്തെങ്കിലും മാർഗം നോക്കണം. അപ്പോൾ മോട്ടർ നമ്മൾ വീണ്ടും ഓഫ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ നമ്മൾ ഊരിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ലോഡ് എന്തുകൊണ്ട് കൂടി വരുന്നതെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഫിൽറ്ററിൻ്റെ അടിയിൽ നല്ല കച്ചറുണ്ട്, നെറ്റൊക്കെ അടഞ്ഞിരിക്കണത്. അപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലോഡ് കുറക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കണത്. ഇതെന്ന് പ്രശ്നം ഇതാ, ഇനി ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ മൊത്തം അരച്ച് കളയണം. അങ്ങനെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ വന്നിരുന്ന ഫോഴ്സ് ഇവിടെ ഇല്ല കേട്ടോ, ആ ഫോഴ്സ് കുറഞ്ഞ്. അപ്പോൾ ഇവിടെ വന്ന് വെള്ളം ലോഡായതാണെന്ന് തോന്നുന്നുണ്ട്, പ്രധാന റീസണ്. ഇനി വേണമെങ്കിൽ പതുക്കെ നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ കൂടി വെള്ളം പാസ് ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. ചെറിയൊരു അശ്രദ്ധ, നമ്മൾ വിചാരിച്ച് മോട്ടർ വെള്ളം തള്ളിച്ച കൂടിയതുകൊണ്ട് ആ ട്രിപ്പ് കൂടിയൊക്കെ തുള്ളിയല്ലേ പോകുള്ളൂ, അപ്പോൾ അതുകൊണ്ട് മോട്ടർ വെള്ളം പിടിക്കാത്തതാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഫിൽറ്ററിൽ കച്ചറ കുടിക്കുന്നത്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് തന്നെ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇപ്പോൾ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. വള്ളിയൊക്കെ ഉണ്ടില്ല വാടിയിട്ട്, നമുക്ക് ഇവിടെയൊക്കെ തണ്ണിമത്തൻ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞ കണ്ടില്ല, ഇവിടെ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇറാനി, ഇതാ ഈ ഏരിയയിലൊക്കെ ഇറാനി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പറ്റ വാടിയ പോലെ ഇലകളൊക്കെ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച പോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഷമാമ് എടുക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ. മറ്റേ ഷമാമൊന്നും നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഇതുപോലെ ഷമാമൊന്നും കാണൂല. ആ ഇലകളൊക്കെ തളർന്ന് നിൽക്കുന്ന കാരണമാണ് ഷമാമ ആ ഏരിയയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കാണും. 1 2 3 4 5 6 അവിടെ കിടക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചിരുന്ന് വലുപ്പമായിട്ടില്ല എന്ന്. ഇറാനിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന കാരണം നമ്മൾ അധികം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. വള്ളി വാടിയപ്പോഴാണ് ഷമാമ ഇവിടെയൊക്കെ കാണുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടല്ലേ. ഷമാമ കൂടുതലായിട്ട് കായ്ച്ചിക്കുന്നത് അവിടെ നമ്മുടെ ട്രയൽ മുളപ്പിച്ച തൈനക്കായും കൂടുതൽ റിസൾട്ട് ഇവിടെയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. വരല്ലേ കേട്ടോ, വെള്ളം ഇവിടെയൊക്കെ കറക്റ്റ് എത്തുന്നുണ്ട്. നനവില്ലായിട്ട് അതിൻ്റെ പൊടിമണ്ണ് ഉണ്ടില്ല അല്ലേ, മരത്തിലെ പൊടിമണ്ണ് ഉണ്ടില്ലേ, പടിയിലൊക്കെ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 മണിക്കൂർ ഈ ഒരു ലെവലിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് നോക്കിക്കണേ, 1 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി മഞ്ഞും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ചെടികളൊക്കെ ഉഷാറായിക്കോളാം. ഇവിടെ ഷമാമ തൊട്ട് അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിന്ന് വെയിറ്റ് വന്നിട്ടില്ല, സാധനം കൂടുതലില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വള്ളി വാടുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ കണ്ടത് കേട്ടോ. ഇവിടെയൊക്കെ ഇതിലൊക്കെ കിടക്കുന്നുണ്ട്. അതേപോലെ ഫെബ്രുവരി 2-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് ട്രയൽ ഇട്ടിട്ട് ഫെബ്രുവരി 15-ാം തീയതി നമ്മൾ തൈ മണ്ണിലേക്ക് വെച്ച സ്ഥലങ്ങളാണത്. ഇവിടുത്തെ നമ്മുടെ തണ്ണിമത്തൻ്റെ സൈസൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 kg മുകളിലേക്കൊക്കെ ഒട്ടുമിക്കുള്ള സംഭവം എത്തിയിട്ടുണ്ട്. ചിലത് അതിന് താഴെ இருக்கும், ചിലത് ചിലപ്പോൾ 2 kg മുകളിലുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മളൊരു അപ്രോക്സിമേറ്റ് വെയിറ്റാണ് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ പറഞ്ഞത്. ആ കാണുന്ന കുളത്തു നിന്നാണ് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹോദരന് അവിടെ തന്നെ ഉണ്ട്, കൂട്ടുവാൾവ് പൊന്തുണ്ടോ വെള്ളത്തിൻ്റെ ഇതെങ്ങനെയാണെന്നുള്ള അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പതാ കറക്റ്റ് എല്ലാ സ്ഥലത്തും വെള്ളം എത്തുന്നുണ്ടോയെന്ന് ഇടയിലൊക്കെ പറ്റുന്നിടത്ത് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടങ്ങറായിട്ടാ വീണ്ടും നമ്മളെ ഫിൽറ്ററിനകത്ത് കച്ചറ ഉണ്ടില്ലേ അടഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെയൊക്കെ വാടിക്കിടന്നിരുന്ന വള്ളിയൊക്കെ കണ്ടില്ല, ഇലകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഈ വെള്ളം എപ്പോഴും ഇതിന് നിലനിർത്തണം. അപ്പോൾ നല്ലൊരു കാറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്, നമുക്കാണെങ്കിൽ നല്ലൊരു മനസ്സമാധാനം ഇപ്പോൾ വരുന്നുണ്ട് നനച്ച് കൊടുത്തപ്പോൾ. ഈ നന കിട്ടാതായി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഈ തോട്ടത്തേക്ക് നോക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ഇടങ്ങാറാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പിന്നെ നമ്മൾ ഈ ക്യാമറ മുമ്പിൽ കാണുന്നത് മാത്രമല്ല കേട്ടോ, അതിന് പിന്നിൽ നല്ല അധ്വാനമുണ്ട്. അപ്പോൾ ആരെങ്കിലും കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, പറയുകയാണ് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രം ചെയ്യുക. ആവേശം കൊണ്ട് ആരും എടുത്ത് ചാടരുത്. നമ്മൾ തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് നമ്മളെ കിണറ്റിലെ വെള്ളം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചെയ്തത്. ആ കിണറ്റിലെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചിട്ട് കൊമേഴ്ഷ്യലായിട്ട് ഇതുവരെ നമ്മൾ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക.
ഇല്ലാണ്ടെങ്കിൽ നല്ല പണി കിട്ടും. നല്ല പണി വെച്ചാൽ നല്ല പണിയായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.